ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ചെറിയൊരു പണിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്നത് നമ്മുടെ ജാതിപ്പറമ്പാണ്. അപ്പോൾ ഈ ജാതിപ്പറമ്പിൽ നല്ല രീതിക്ക് തന്നെ ജാതിയുടെ ഇലകളെല്ലാം പൊഴിഞ്ഞു വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഈ പൊഴിഞ്ഞു വീണ് കിടക്കാനുള്ള പ്രധാന കാരണം തന്നെ ഇപ്പോഴത്തെ മഴയാണ്. നല്ല രീതി അടപിടിച്ച മഴയായതുകൊണ്ട് തന്നെ ഇതിന്റെ ചുവടുകളിലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ജാതിയുടെ ഇലകളെല്ലാം ഇതുപോലെ പൊഴിഞ്ഞു വീഴും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടകളിൽ നിന്നും ഈ പൊട്ടി വീണ് കിടക്കുന്ന ജാതികൾ പറക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ജാതിക്ക പറക്കിയെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വന്ന് പറക്കിയെടുത്താലാണ് കേട്ടോ നമുക്ക് അതിൽ നിന്നൊരു മെച്ചം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ജാതിക്ക വീണ് കിടന്ന് ഇതുപോലെ മഴയൊക്കെ പെയ്യണ സമയത്താണെങ്കിൽ അതിൻ്റെ ജാതിപത്രികളൊക്കെ ഒരുപാട് നമുക്ക് നഷ്ടമാവും. ഇതുപോലെ ജാതിപത്രി ഉള്ള കായകളാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കണ്ണി പിടുകയും ജാതിപത്രി പോയിട്ടുള്ള കായകളൊക്കെ നമുക്ക് ഈ കരിയിലയുടെ ഇടയിൽ നിന്ന് പറക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കിവിടെ എല്ലാ ദിവസവും പറക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നരാടം ദിവസങ്ങളിലും വന്ന് നമ്മൾ പറക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഒന്നരാടം ദിവസം പറക്കുമ്പോൾ തന്നെ പകുതി ജാതിക്കയിൽ പത്രികളില്ല. നമ്മുടെ ഈ ജാതിക്കയുടെ ഏറ്റവും കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് വില കിട്ടുന്നത് പത്രിയിൽ നിന്നാണ്. ആ പത്രി ഫ്ലവറായി കിട്ടുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ നല്ല രീതിയിൽ വില കിട്ടുള്ളൂ. അതുപോലെ പൊടികളായിട്ടൊക്കെ വീഴുകയാണെങ്കിൽ പത്രി വിലയ്ക്ക് പോവുകയാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് വിലയിലാണ് കിട്ടുക. പിന്നെ ജാതിക്കയ്ക്ക് അതിനേക്കാളും കുറവല്ല ആ ഒരു രീതിയിലാണ് കേട്ടോ. പിന്നെ കുറേയും ഇതുപോലെ മൂക്കാത്തത് പൊട്ടി വീഴുന്നുണ്ട്, ചിലത് മൂത്തത് ഇതുപോലെ നെറ്റ് അറ്റി വീഴുന്നുണ്ട്. നമ്മളിതെല്ലാം നമ്മൾ പറക്കി ഇതുപോലെ പൊളിച്ചെടുക്കും കേട്ടോ. ഇനി തൊണ്ട് വിട്ട് പോവാത്ത കായകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കത്തി ഉപയോഗിച്ച് അതിൻ്റെ തൊണ്ട് മെല്ലെ ജസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജാതിക്ക നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ. മൂക്കാതെ വീഴുന്ന ജാതിക്കയുടെ തൊണ്ട് ഞാൻ കത്തി ഉപയോഗിച്ച് ഇതുപോലെ പൊളിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കായ നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി കായായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും കേട്ടോ. നമ്മൾ ജാതിക്ക കൊടുക്കുന്നതിൻ്റെ ഗ്രേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രി കൊടുക്കുന്നത് നല്ല ഫ്ലവറായിട്ട് എടുക്കുന്നത് ഫ്ലവർ എന്ന നിലയിൽ ടോപ്പ് വിലയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഇതളുകളൊക്കെ ആയി വീഴുന്നത് പത്രി എന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന വില ജാതിക്കയ്ക്കാണ് കേട്ടോ. ജാതിക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി കായ്ക്ക് അതിന് താഴെയാണ് വില. ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പറക്കിയെടുത്ത ജാതിക്കകളെല്ലാം ആയിട്ട് നമ്മൾ അടുത്ത പറമ്പിൽ പോയി. നമ്മുടെ ആ പറമ്പിൽ കുറച്ച് നമ്മുടെ കുടംപുളി വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി പറക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഈ പറമ്പിൽ പണിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് തന്നെ കൊതുകടിയാണ് കേട്ടോ. കർഷകരെ സംബന്ധിച്ച് ഈ കൊതുകടിയും അതുപോലെ തന്നെ ദേഹത്തും കാലിലും കയ്യിലൊക്കെ ചെളിയാവുക, അതുപോലെ തന്നെ നമ്മുടെ ജാതിക്കയുടെ ഒക്കെ കറിയാവുക, അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ മൈൻഡ് വയ്ക്കാറില്ല. അങ്ങനെ നമ്മുടെ അടുത്ത സ്ഥലത്ത് പോയിട്ട് കുറച്ച് കുടംപുളി വീണ് കിടക്കണ്ടായിരുന്നു. അങ്ങനെ കുടംപുളി നമ്മൾ പറക്കിയെടുത്തു കേട്ടോ. ഈ ഒരു കുടംപുളിയുടെ വലിപ്പം കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുടംപുളിയാണ്. ഇതുപോലെ പഴുത്ത് കഴിയുമ്പോൾ ചോട്ടി വീണ് കിടക്കുന്ന കുടംപുളി നമ്മൾ ഇതുപോലെ പറക്കിയെടുക്കാറാണ് പതിവ്. അങ്ങനെ കുടംപുളി നമുക്ക് കിട്ടണതെല്ലാം പറക്കിയെടുത്തു. നമ്മുടെ മണലിപ്പുഴ നല്ല മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെത്തി വെള്ളം മുഴുവൻ കേട്ടോ. അങ്ങനെ വീണ് കിടന്ന കുടംപുളിയും ജാതികളും എല്ലാം പറക്കി നേരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറക്കി കൊണ്ടുവന്ന ഈ കുടംപുളി നമ്മുടെ ഈ ബക്കറ്റിൽ നിന്നും വേറൊരു ബക്കറ്റിലേക്ക് നമ്മൾ മാറ്റി പറക്കിയിടും. അതിനുശേഷം നമ്മുടെ ഈ കുടംപുളി അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് നമ്മൾ കഴുകിയെടുത്ത് നമ്മളിത് വട്ടം മുറിച്ച് അതിൻ്റെ ഉള്ളിലെ സീഡുകളെല്ലാം നീക്കം ചെയ്ത് നമ്മുടെ പുകപ്പരയിലിട്ട് നമ്മൾ ഉണങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കുടംപുളി ഇതുപോലെ ക്ലീനാക്കി ഉണങ്ങിയെടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് ഇത്രയ്ക്കും പണികൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 5 മണി ആയിട്ടോ. 5 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുംകൂട്ടിലെ പണികളാണ്. നമ്മുടെ ആട്ടുംകൂട് വൃത്തിയാക്കലും ആടുകൾക്ക് വെള്ളം കൊടുക്കലും അവരെ പുൽക്കൂട് വൃത്തിയാക്കുക, അങ്ങനെയുള്ള പണികളും കാര്യങ്ങളൊക്കെ പോകും. ഇതെല്ലാം ചെയ്ത് ആടിൻ്റെ പണികളെല്ലാം തീർന്നു വരുമ്പോഴേക്കും സമയം ഏകദേശം 6:30 മണിയാവും. അതിനുശേഷം നമ്മുടെ കുടംപുളി കീറി അത് ഉണക്കാൻ വെക്കുക, അതുപോലെ തന്നെ ജാതിക്കയും ജാതിപത്രിയെല്ലാം വേർപെടുത്തുക, അങ്ങനെയുള്ള പണികൾ തുടരും ഏകദേശം 8 മണി വരെ.